ശബരിമല സന്നിധാനത്ത് മഴ തുടരുകയാണ്. പുലർച്ചെ 3-ന് നട തുറന്ന് 12 മണിക്കൂറിൽ 54,513 പേർ ദർശനം നടത്തി. തത്സമയ ബുക്കിംഗിലൂടെ 10,141 പേരും ദർശനം നടത്തി. മഴ തോരാതെ പെയ്യുന്നതിനാൽ പ്ലാസ്റ്റിക് കോട്ടൊക്കെ ധരിച്ചാണ് ഭൂരിഭാഗം തീർത്ഥാടകരും മല ചവിട്ടുന്നത്. പ്രവീൺ പുരുഷോത്തമൻ സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, നാട്ടിൽ പെയ്തും പോയും ഒക്കെ നിൽക്കുകയാണ് മഴ. സന്നിധാനത്തെങ്ങനെയാണ് മഴ? തീർത്ഥാടകരെ വലയ്ക്കുന്നുണ്ടോ? സന്നിധാനത്ത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഈ സമയം മഴയ്ക്ക് അല്പം ശമനമുണ്ട്. പക്ഷേ ഒരു അരമണിക്കൂർ മുമ്പ് വരെ നല്ല മഴയാണ് സന്നിധാനത്ത് പെയ്തത്. ഇന്നലെ മുതലാണ് സന്നിധാനത്ത് മഴ ആരംഭിച്ചത്. അത് രാത്രിയിലും തുടർന്നു. പുലർച്ചെയും വലിയ മഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. തീർത്ഥാടകരെ സംബന്ധിച്ച് ഇങ്ങനെ ഇടതടവില്ലാതെ മഴ പെയ്യുന്നത് അവർ മല ചവിട്ടുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാം, ഈ തീർത്ഥാടകരൊക്കെ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കോട്ടൊക്കെ ധരിച്ചാണ് ഇവർ സന്നിധാനത്തേക്ക് എത്തുന്നത്. അവർക്ക് ഏക ആശ്വാസം അത് തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം, ഈ സന്നിധാനത്ത് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. അയ്യപ്പന്മാരെ സംബന്ധിച്ച് അവർക്ക് വേറെ മാർഗമൊന്നുമില്ല. നിങ്ങൾ പമ്പയിൽ നിന്നാണ് ഇത് വാങ്ങുന്നത് അല്ലേ? വാങ്ങിയത് പമ്പയിൽ നിന്ന്. എത്ര രൂപയാണ് ഒരു കോട്ടിന്? 150 അതിനടുത്ത്. ഇതിന് 150 അടുത്ത്, 150 ചിലർ 100 കൊടുക്കുന്നുണ്ട്. അത് തപ്പിയെടുക്കാനായില്ലല്ലോ. മഴ എങ്ങനെയുണ്ട് സ്വാമി? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ? പമ്പയിൽ നിന്ന് എടുത്തതുമാതിരി മഴയായിരുന്നു. അപ്പോൾ അന്നേരം ഈ ഇരുമുട്ടി കെട്ടി നനഞ്ഞല്ലോ. അപ്പോൾ അതിന് ഈ സാധനം വാങ്ങി, ഈ കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അതിന് 100 റുപ്യ. പക്ഷെ അത് കിട്ടിയ ഭാഗ്യമായിരിക്കും. കാരണം അതുകൊണ്ട് നനയാണ്ട് സാധനം ഇവിടെ എത്തിക്കാൻ പറ്റും. ഈ പലരിൽ നിന്ന് പല വിലയാണോ? ഒരാളുടെ 100, ഒരാളുടെ 150 ഒക്കെ. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു നട. അന്നേരം പിന്നെ അതൊന്നും നോക്കാം, നമുക്ക് നേരം ഉണ്ടായി. നമ്മൾ ഉദ്ദേശം എന്താ വെച്ചാൽ ഇത് നനയാണ്ട് അയ്യപ്പൻ്റെ ലക്ഷ്മിക്ക് എത്തിക്കാന്നുള്ള. എങ്ങനെയാണ് ഇരുമുടി കെട്ടുന്നതിന്? ഇത് 100, മറ്റേ ഇതിന് 150. ഇപ്പോൾ നിങ്ങൾ മല ഇറങ്ങി കഴിയുമ്പോൾ എവിടെ കളയും ഇത്? വീട്ടിൽ കൊണ്ടുപോയാലാണ്. ഇതെല്ലാം ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. ഇത് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. ഈ സാധനം ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങൾ എന്ത് പ്ലാസ്റ്റിക് തിരിച്ചു കൊണ്ടുപോകും. ഇത് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. നിങ്ങൾ മല ചവിട്ടി കയറിയപ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് ബുദ്ധിമുട്ടല്ലേ കയറിയപ്പോൾ? പക്ഷേ ആ മഴ ആയിരുന്നു. പക്ഷെ എന്നാലും പ്രശ്നമല്ല. അത് നല്ല യാത്ര നല്ല സുഖമായിരുന്നു. എല്ലാ സൗകര്യവും ഉണ്ട്. ഇപ്രാവശ്യം നല്ല സുഖമായിരുന്നു കാര്യങ്ങൾ. മഴ ഏതായാലും തീർത്ഥാടകരെ വലച്ചു എന്ന് തന്നെയാണ് സുജയ പറയുന്നത്. ഇന്ന് പുലർച്ചെ 2:30 10 മില്ലിമീറ്റർ മഴയാണ് സന്നിധാനത്ത് രേഖപ്പെടുത്തിയത്. പുലർച്ചെ 5:30 27 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. രാവിലെ 8 ആയപ്പോഴേക്കും 6.2 മില്ലിമീറ്റർ മഴയായി അത് കുറഞ്ഞു. അങ്ങനെ ഇന്നലെയും ഇന്നുമായി ആകെ 67.8 മില്ലിമീറ്റർ മഴയാണ് സന്നിധാനത്ത് പെയ്തത്. ഇന്നും മഴ തുടരുമെന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രകൃതിയുടെ മട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. നമുക്ക് ദൃശ്യത്തിൽ കാണാം, ഇവിടെ മഴമേഘങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഏതായാലും ഈ തീർത്ഥാടകരെ സംബന്ധിച്ച് സുജയ, ഇങ്ങനെ ഇടതടവില്ലാതെ മഴ പെയ്യുന്നത് വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ അവസാന കണക്കുകൾ വന്നപ്പോൾ 62,878 പേർ ഇന്ന് തന്നെ ദർശനം നടത്തി കഴിഞ്ഞു. അതിൽ തത്സമയ ബുക്കിങ്ങിലൂടെ 11,982 പേരും ദർശനം നടത്തി കഴിഞ്ഞു. ഇന്നലെയും 75,000-ലധികം പേരാണ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത്. ഈ മഴ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സുജയ. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുകയാണ്. നമുക്ക് ദീപാരാധനാ വേളയിൽ വീണ്ടും എത്താം സന്നിധാനത്തേക്ക്.